ഇന്നത്തെ യാത്ര ഫണ്ടി നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. ചെന്ന വഴി തന്നെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും ഫണ്ടിയുടെ മാപ്പ് കിട്ടി. മെയിനായിട്ട് ഫുഡ് കഴിക്കാനുള്ള 2 സ്പോട്ടുകൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. അതിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ സ്പോട്ട് സെലക്ട് ചെയ്ത് അങ്ങോട്ട് യാത്ര തിരിച്ചു. ഞങ്ങളിത് ഈ 4 ഫാമിലി ആയിരുന്നു കേട്ടോ ഇന്നത്തെ യാത്രയിലുണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങൾ പോയെന്ന് വൈൽഡ് ഫയറിൻ്റെ വാർണിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്പോട്ടുകളും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ലേക്ക് സൈഡിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അലൗഡായിട്ടുള്ള പല സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഈ 150 സ്റ്റെപ്പ് ഇറങ്ങി നമ്മളെത്തുന്നത് ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ബീച്ചിലേക്കാണ് കേട്ടോ. ഇവരുടെ ഭാഷയെ ബീച്ച് എന്ന് പറയും, പക്ഷേ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു കടലെടുക്ക് എന്നൊക്കെ പറയാം. ഒട്ടും തിരിയില്ലാത്തത് കൊണ്ട് തന്നെ വന്ന വഴിയെ പിള്ളേർ സെറ്റ് എല്ലാം കൂടി വെള്ളത്തിൽ ചാടി. പിന്നെ അവിടെ ഫാമിലി ഫോട്ടോ ആയി, കപ്പിൾ ഫോട്ടോ ആയി, സിംഗിൾ ഫോട്ടോ ആയി, അങ്ങനെ ഫോട്ടോ എടുപ്പിലും റീലും ഒക്കെ ആയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് കാര്യമാക്കണ്ട, ഇവർ ട്രെൻഡിങ് റീൽ എടുക്കാൻ നോക്കിയതാ, ബട്ട് ട്രെൻഡ് വെൻ റോങ്. പിന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പറഞ്ഞു തന്ന സ്പോട്ടിലേക്ക് പോയി. നമ്മുടെ കയ്യിലുള്ള മാപ്പ് പ്രകാരം റോഡ് അവസാനിക്കുകയാണ്. പിന്നെ അങ്ങോട്ടുള്ളത് മുഴുവനും ട്രെയിലുകളും മറ്റുമൊക്കെയാണ്. വിശപ്പിൻ്റെ വിളികളുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല, ഡയറക്റ്റ് ആ സ്പോട്ടിലേക്ക് തന്നെ പോയുള്ളൂ. അതും ഒരു ബീച്ച് സൈഡാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു കടലെടുക്ക് തന്നെയാണ് അതും. നേരത്തെ പോയെടുത്ത് 150 സ്റ്റെപ്പാണ് ഉള്ളെങ്കിൽ ഇവിടെ കാർ പാർക്കിന് ശേഷം ഒരു 1/4 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ടായിരുന്നു. പിന്നെ കാറിൽ നിന്ന് സകല ആയുധങ്ങളും എടുത്ത് എല്ലാവരും കൂടി ഒന്ന് വെച്ച് പിടിച്ച് കിടന്നു. അങ്ങനെ ബീച്ച് എത്തിയതേ എൻ്റെ മോളിതേ ബീച്ചിലെ സ്ഥിരം കലാപരിപാടിയായി ഈ കല്ലെടുക്കൽ തുടങ്ങി. ഇതിന് ഒഫീഷ്യലായിട്ട് എന്തോ ഒരു പേരുണ്ട്, പക്ഷെ അതെനിക്കറിയത്തില്ല. 3-4 അടുക്കി വെച്ചിട്ട് അത് സെറ്റാവുന്നില്ലെന്ന് കണ്ടപ്പോഴേക്കും അവളെ തൊട്ടിട്ട് അവളുടെ പാട്ടിന് പോയി. അപ്പോഴേക്കും ഇപ്പുറത്ത് ഗ്രില്ലടി സ്റ്റാർട്ടായി കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഫുഡ് കുക്കായിക്കൊണ്ട് വരുന്നു, ഇപ്പുറത്ത് ഞങ്ങളെല്ലാം കത്തിയടിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വയറ് നിറഞ്ഞതിൻ്റെ ആണോ എന്തോ എല്ലാവരും കുറേ നേരത്തേക്ക് അവിടെ സൈഡായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ ആക്റ്റീവായി. പിന്നെ നമുക്ക് ആക്റ്റീവ് ആകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ബീച്ചിലെ പ്രധാന വിനോദം ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നവരും പോണവരും എല്ലാം അവിടുത്തെ കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നുണ്ടായിരുന്നു. ഞങ്ങളും വിട്ടുകൊടുത്തില്ല, ഞങ്ങളും കുറേ എറിഞ്ഞു. അങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോഴേക്കും മഴ പൊടിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാം വാരിക്കൂട്ടി ഞങ്ങൾ തിരിച്ചു നടന്നു. ഈ മുന്നേ പോകുന്നതാണ് കുഞ്ഞു. ഇവിടുത്തെ പിള്ളേർ സെറ്റിൻ്റെ എല്ലാം വലിയേച്ചിയാണ്. അവളുടെ കോപ്പിക്കാറ്റാണ് എൻ്റെ മോൾ. അവളിരുന്നു, ആ പുറകെ അവളും പോയി. പക്ഷെ കെട്ടിയവനുള്ളതുകൊണ്ട് ഞാനിതൊന്നും മൈൻഡാക്കാൻ പോയില്ല കേട്ടോ. ഞാൻ നേരെ പോന്നു. കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ എളുപ്പവഴി ഉണ്ടെന്നും പറഞ്ഞു ഞങ്ങളെ ഈ കാട്ടിനുള്ളിൽ കൂടി കയറ്റിക്കൊണ്ട് പോന്നു. അന്നേരം കുറേ ട്രോളിയെങ്കിലും അങ്ങേര് പറഞ്ഞ് ശരിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിലും മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ എങ്ങും കയറിയില്ല, ഡയറക്റ്റ് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.